വാമം പാദം പ്രസാര്യ ശ്രിതദുരിതഹരം ദക്ഷിണം കുഞ്ചയിത്വാ ജാനുന്യാധായ വാമേതരമിതരഭുജം ശേഷഭോഗേ നിധായ പശ്ചാത് പാണിദ്വയേന പ്രതിഭടശമനേ ശംഖചക്രേ ദധാനഃ ദേവോ ഭൂഷാദിയുക്തഃ ത്രിദശപതിനുതഃ പാതു പൂർണ്ണത്രയീശഃ പാതു പൂർണ്ണത്രയീശഃ. ശ്രീ പൂർണ്ണത്രയീശ മാഹാത്മ്യവും ക്ഷേത്രചരിത്രവും ഐതിഹ്യവും ഇതൾ വിരിയുന്ന ശ്രീ പൂർണ്ണത്രയീശ ചരിതം. ഐതിഹ്യപരമായും ചരിത്രപരമായും അതിപുരാതനവും വളരെ പ്രസിദ്ധിയാർജിച്ചതുമായ ഒരു മഹാക്ഷേത്രമാണ് തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം. പത്മം എന്ന പദം സൂചിപ്പിക്കുന്ന കലിദിന സംഖ്യ കണക്കാക്കുമ്പോൾ കലിയുഗം ആരംഭിച്ച് 51-ാം ദിവസമാണ് പൂർണ്ണത്രയീശ പ്രതിഷ്ഠ നടന്നതെന്ന് അനുമാനിക്കാം. വ്യാസവിരചിതമായ ശ്രീമദ് ഭാഗവതത്തിലെ സന്താനഗോപാലം കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. നരനാരായണന്മാരായ കൃഷ്ണാർജുനന്മാർക്ക് ബ്രാഹ്മണന്റെ 10 കുട്ടികളെയും നൽകി അനുഗ്രഹിച്ച് വൈകുണ്ഠനാഥനായ മഹാവിഷ്ണു ഒരു സാളഗ്രാമ വിഗ്രഹം അർജുനന്റെ കയ്യിൽ കൊടുത്ത് ഭൂമിയിൽ ഉചിതമായ സ്ഥലത്ത് പ്രതിഷ്ഠിക്കുവാൻ നിർദ്ദേശവും കൊടുത്തു. അങ്ങനെ അർജുനൻ പ്രതിഷ്ഠിച്ച സാളഗ്രാമ വിഗ്രഹമാണ് സന്താനഗോപാലമൂർത്തിയായ ശ്രീ പൂർണ്ണത്രയീശൻ. ഗണപതി 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 ഗണപതയേ നമഃ. ഗണപതി 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 ഗണപതയേ നമഃ. ഗണപതി ഗജപതി വരപതി മമ പതി വരപതി സുരപതി ഗണപതി ഗണപതി ഗണപതയേ നമഃ. സത്യസ്വരൂപമാം ഗണപതിയേ നിത്യാനന്ദമാം ഗുണനിധിയേ ഗണപതി 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 ഗണപതയേ നമഃ.
വേദശാസ്ത്ര സദ്ഗുണനെ സത്യബ്രഹ്മ വിരാജിതനെ സകല ലോകരക്ഷകനെ ഗണപതിയെ ഗുണനിധിയെ ഗണപതിയെ ഗുണനിധിയെ വേദശാസ്ത്ര സദ്ഗുണനെ സത്യബ്രഹ്മ വിരാജിതനെ സകല ലോകരക്ഷകനെ ഗണപതിയെ ഗുണനിധിയെ ഗണപതിയെ ഗുണനിധിയെ ഗണപതി 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 ഗണപതയേ നമഃ ഗം ഗണപതി ഗുണപതി ഗം ഗണപതി ഗജപതി ഗം ഗണപതി സുരപതയേ നമഃ ഗം ഗണപതി ഗുണപതി ഗം ഗണപതി ഗജപതി ഗം ഗണപതി ഗജപതയേ നമഃ ഗണപതി 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 ഗണപതയേ നമഃ നിത്യ സത്യ സിദ്ധ മുക്ത വേദശാസ്ത്രദായകനെ ഗം ഗണഗണനായകനെ വരപതിയേ ഗജമുഖനെ വരപതിയേ ഗജമുഖനെ വരപതിയേ ഗജമുഖനെ ഗം ഗണപതി ഗുണപതി ഗം ഗണപതി ഗജപതി ഗം ഗണപതി ഗണപതയേ നമഃ ഗം ഗണപതി ഗണപതി ഗം ഗണപതി ഗജപതി ഗം ഗണപതി വരപതയേ നമഃ ഗണപതി 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 ഗണപതയേ നമഃ ഗം ഗണപതി ഗുണപതി ഗം ഗണപതി ഗജപതി ഗം ഗണപതി ഗജപതയേ നമഃ വൈകുണ്ഠനാഥൻ, യോഗനാരായണൻ, സന്താനഗോപാലമൂർത്തി എന്നീ വിവിധ ധ്യാനങ്ങളിൽ ആരാധിച്ചു വരുന്ന ശ്രീ പൂർണ്ണത്രയീശൻ മൂന്ന് വേദങ്ങളുടെയും മൂർത്തിമൽ ഭാവമായ യജ്ഞപുരുഷനാണ്. പുരാണത്തില് ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ കൊച്ചി രാജാവിന്റെ നേരിട്ടുള്ള ഭരണത്തിൻ കീഴിലായിരുന്നു. ആ കാലങ്ങളിൽ ഇവിടെ സർവ്വവിധ കാര്യങ്ങളും രാജാവിന്റെ അറിവോടുകൂടി മാത്രമേ നടത്തിയിരുന്നുള്ളൂ. സാധാരണ ജനങ്ങൾക്ക് ആ കാലങ്ങളിൽ ഇവിടുത്തെ ദർശനം പോലും അപ്രാപ്യമായിരുന്നു. ഇവിടുത്തെ പ്രതിഷ്ഠാസങ്കല്പം യോഗനാരായണൻ, വൈകുണ്ഠനാഥൻ, സന്താനഗോപാലമൂർത്തി ഇങ്ങനെ വിവിധ രൂപങ്ങളിലാണ്. എല്ലാ വേദങ്ങളുടെയും അധിപനായതുകൊണ്ടാണ് ശ്രീ പൂർണ്ണത്രയീശൻ എന്ന് അറിയപ്പെടുന്നത്. സന്താന ദുഃഖം അനുഭവിക്കുന്ന ദമ്പതിമാർക്ക് പൂർണ്ണത്രയീശനെ ഭജിച്ചാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും സന്താന സൗഭാഗ്യവും ലഭിക്കുമെന്നുള്ളതിന് ആയിരം ഉദാഹരണങ്ങളുണ്ട്. ത്രയീ എന്ന പദം മൂന്ന് വേദങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ത്രയീശൻ എന്നാൽ മൂന്ന് വേദങ്ങളുടെയും അധിപൻ അഥവാ ഈശൻ. ക്ഷേത്രത്തിലെ തന്ത്രിമാരായ പുലിയന്നൂർ തന്ത്രി കുടുംബം സന്താനഗോപാലത്തിലെ ബ്രാഹ്മണന്റെ വംശപരമ്പരയാണെന്നും പറഞ്ഞു വരുന്നു. തോട്ടക്കാട്ടില്ലക്കാർക്കാണ് ഓദിക്കൻ സ്ഥാനം. പുലിയന്നൂർ വാസുദേവൻ നമ്പൂതിരിപ്പാടാണ് തന്ത്രി കുടുംബത്തിലെ കാരണവർ. സന്താനഗോപാല കഥ ചാക്യാരിലൂടെ അവതരിപ്പിക്കുന്ന ഈ ഒരു സംരംഭത്തിന് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും. പൂർണ്ണത്രയീശന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് എണ്ണ വഴിപാടാണ്. പണ്ടത്തെ കണക്കനുസരിച്ച് ഒരു പുത്തൻ എണ്ണയാണ്. ഒരു ഇലക്കുമ്പിളിൽ എണ്ണയൊഴിച്ച് ഒരു തിരുനൂലുമിട്ടാണ് എണ്ണ വയ്ക്കുക. ക്ഷേത്രമിരിക്കുന്ന സ്ഥലം എള്ളിൻകാടായിരുന്നുവെന്നും പ്രതിഷ്ഠയ്ക്ക് ശേഷം അർജുനൻ എള്ളുപിഴിഞ്ഞാണ് എണ്ണയെടുത്ത് വിളക്ക് കത്തിച്ചതെന്നുമാണ് ഐതിഹ്യം. അർജുനൻ ആദ്യം കത്തിച്ച വിളക്കാണ് ശ്രീകോവിലിനകത്തുള്ള വലിയ വിളക്ക്. ഈ വിളക്ക് എപ്പോഴും കെടാവിളക്കായി കത്തിക്കൊണ്ടിരിക്കും. വലിയ വിളക്കിലെ എണ്ണ സേവിക്കുന്നത് വളരെ വിശേഷമാണെന്നും വിളക്കിലെ കരിമഷി കണ്ണിൽ പുരട്ടുന്നത് നേത്രരോഗങ്ങൾക്ക് നല്ലതാണെന്നും വിശ്വസിക്കുന്നു. മാമിയം ചലിതാവിലോക്യ വൃതം വധൂനിചയേന സാപരാധകയാ മയാ പിന വാരിതാതിഭയേന ഹരി ഹരി ഹതാ ദരതയാ
പാലയ പാലയ വേദാലയേശ പാർവണ വിധുമുഖ പൂർണ്ണത്രയീശ പന്നഗ ഛത്ര പയോധിശായി പാർത്ഥ മനോമയ പത്മഹാരി പത്മഹാരി നിഗമപുരേശ നിരുപമകീർത്തേ ധ്യാന നിമീലിത നയന വിലോല തുളസീ പത്ര കമല സുമാലി കാരുണ്യലക്ഷ്മി ധരണി സമേത പൂർണ്ണീതീര പുണ്യപ്രഭാത പാഹി മുരാരേ പാവന രൂപ ഭാവത്രയാത്മക ഭാവനാതീത ഗഗന കാളേബര ഗരുഡാധിരൂഢ ബ്രഹ്മ ശൂലപാണി സുരസം സേവിത ബ്രഹ്മ കോടി ധ്യാന പ്രഭാമയ ബ്രാഹ്മണ കന്യാ ഭക്തി സംഭൂരിത ബ്രൂഹി ബ്രൂഹി ശ്രീപത്മനാഭ ശ്രീപൂർണ്ണത്രയീശ ശ്രീ പൂർണ്ണത്രയീശ തിരുവിതാംകൂർ രാജകുടുംബം പത്മനാഭദാസൻ എന്നതുപോലെ കൊച്ചി രാജകുടുംബം പൂർണ്ണത്രയീശന്റെ അടിമ എന്ന സങ്കല്പത്തിലാണ് ഭഗവാനെ ആരാധിക്കുന്നതും ഉപാസിക്കുന്നതും. വൃശ്ചികോത്സവത്തിലെ വലിയ വിളക്ക് ദിവസവും ഭഗവാന്റെ തിരുനാൾ ഉത്സവമായ ഉത്രം തിരുനാൾ ദിവസവും രാജകുടുംബാംഗങ്ങൾ തങ്ങളുടെ കുലദൈവമായ പൂർണ്ണത്രയീശന് അടിമപ്പുത്തൻ സമർപ്പിക്കുക പതിവുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സന്താന ഗോപാലം കഥയുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഭക്തജനങ്ങൾ പ്രധാനമായും പൂർണ്ണത്രയീശനെ സന്താന ഗോപാല മൂർത്തിയായിട്ടാണ് വാസിച്ചു വരുന്നത്.
കൊച്ചി രാജകുടുംബവും പൂർണ്ണത്രേശനുമായിട്ടുള്ള ബന്ധം, പൂർണ്ണത്രേശൻ കൊച്ചി രാജകുടുംബത്തിൻ്റെ കുലദേവതയാണ് എന്നുള്ളതാണ്. മാത്രമല്ല കൊച്ചി രാജകുടുംബാംഗങ്ങൾ പൂർണ്ണത്രേശൻ്റെ അടിമ എന്നുള്ള സങ്കല്പത്തിലാണ് വാസിച്ചു വരുന്നത്. ഈ വീഡിയോ ആൽബത്തിന്, ഈ പ്രസ്ഥാനത്തിന് കൊച്ചി രാജകുടുംബത്തിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. പൂർണ്ണത്രേശൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പന്തീരടി പൂജ കഴിയുന്നതുവരെ രാജകുടുംബാംഗങ്ങൾക്ക് സോപാനത്തിൽ കയറി തൊഴുവാനുള്ള സൗകര്യവുമുണ്ട്. രാവിലെ ഏതെങ്കിലും ഒരു പൂജ തന്ത്രി ചെയ്യണമെന്നാണ് ക്ഷേത്രത്തിലെ ചിട്ട. എതിർത്ത് ശീവേലിയും അത്താഴ ശീവേലിയും ആനപ്പുറത്തും, ഉച്ചശീവേലി തിടമ്പ് കയ്യിലുമാണ് എഴുന്നള്ളിക്കുക. രാജകീയ ഭാവത്തിൽ അനന്തനു മേലെ ധ്യാനനിരതനായി പ്രശോഭിക്കുന്ന ശ്രീ പൂർണ്ണത്രയീശനെ ആരാധിക്കുന്നത്, ഉപാസിക്കുന്നത് സന്താനലബ്ധിക്കു മാത്രമല്ല, സർവ്വവിധ ഐശ്വര്യത്തിനും ശ്രേയസ്സിനും ഉത്തമമാണെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. സന്താനഗോപാലൻ കഥ ചാക്യാർ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ഉദ്യമം വളരെ മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. ഭഗവാന്റെ അവദാനങ്ങൾ എത്ര വർണ്ണിച്ചാലും മതിയാവുകയില്ല. അത് ഇന്ന് ഓരോ രീതിയിൽ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംരംഭം. അതിന് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ധ്വജാരോഹണത്തോടു കൂടിയ 3 ഉത്സവങ്ങളും കൊടികയറ്റമില്ലാതെ 4 ഉത്സവങ്ങളും, ഇങ്ങനെ ഒരു വർഷത്തിൽ തന്നെ 7 ഉത്സവങ്ങൾ ഈ ക്ഷേത്രത്തിൽ ആഘോഷിച്ചു വരുന്നു. ബിംബം വാർത്ത മൂശാരിയുടെ ഓർമ്മയ്ക്കായി ചിങ്ങമാസത്തിൽ നടത്തപ്പെടുന്ന മൂശാരി ഉത്സവം, പടഹാദിയായിട്ടും കുംഭമാസത്തിലെ പറയെടുപ്പ് ഉത്സവം അഥവാ നങ്ങപ്പെണ്ണിന്റെ ഉത്സവം, ധ്വജാദിയായിട്ടും വൃശ്ചികമാസത്തിലെ ഉത്സവം അങ്കുരാദിയായിട്ടും ആഘോഷിക്കുന്നു. പറയെടുപ്പിനു വേണ്ടി മാത്രം കൊടികയറിയ ഉത്സവം മറ്റേതെങ്കിലും ക്ഷേത്രത്തിലുണ്ടോ എന്നും സംശയമാണ്. ഉദ്ധവനോടരുൾ ചെയ്തു ഭഗവാനുത്തമ ഭക്തിതൻ പരമാർത്ഥ തത്വം ഉണ്മയായി സർവചരാചരത്തിങ്കലും ഞാനുണ്ടെന്നതല്ലയോ നിത്യമാം സത്യം. അറിയുന്നു ദേവ നിന്നവതാര പുണ്യം, അറിയുന്നു നിൻമൊഴിതൻ ആന്തരതത്വം. ഉദ്ധവനോടരുൾ ചെയ്തു ഭഗവാനുത്തമ ഭക്തിതൻ പരമാർത്ഥ തത്വം. പൂക്കൾ വിരിയുന്നതാർക്കു വേണ്ടി ദേവാ, പൂക്കൾ വിരിയുന്നതാർക്കു വേണ്ടി, പൂമണം പൊഴിയുന്നതാർക്കു വേണ്ടി ദേവാ, പൂമണം പൊഴിയുന്നതാർക്കു വേണ്ടി. അഭിരാമമീ പുലരിയും സന്ധ്യയും ഇരവും പകലും പൂനിലാവും ഈശ്വരോപാസനയല്ലോ. വിശ്വപ്രകൃതിതൻ ഈശ്വരോപാസനയല്ലോ. ഉദ്ധവനോടരുൾ ചെയ്തു ഭഗവാനുത്തമ ഭക്തിതൻ പരമാർത്ഥ തത്വം.
മായാമയൻ ഞാൻ. ആ, 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 മായാമയൻ ഞാൻ എന്നാലൻ ഭക്തന്റെ മാനസമാണെന്റെ അഭിസന്നിധാനം. അവനിലോരോ മണൽത്തരി പോലുമെൻ അവതാരമാണെന്നറിഞ്ഞാലും എന്റെ അംശാവതാരമെന്നറിഞ്ഞാലും ഉദ്ധവനോടരുൾ ചെയ്തു ഭഗവാൻ ഉത്തമ ഭക്തിതൻ പരമാർത്ഥ തത്വം. ഇവ കൂടാതെ ക്ഷേത്രം അഗ്നിക്കിരയായി വീണ്ടും പുനരുദ്ധാരണം നടത്തിയതിന്റെ സ്മരണയ്ക്ക് നടത്തപ്പെടുന്ന തുലാം 9 മഹോത്സവം, ഭഗവാന്റെ തിരുനാൾ ഉത്സവമായ ഉത്രം തിരുനാൾ മഹോത്സവം, ധ്വജപ്രതിഷ്ഠ, അനന്തപ്രതിഷ്ഠ എന്നീ ഓരോ ദിവസത്തെ ഉത്സവങ്ങളും ആഘോഷിക്കുന്നു. ഇതിൽ വൃശ്ചിക മാസത്തിൽ ആഘോഷിക്കുന്ന ഉത്സവമാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം. തലയെടുപ്പുള്ള 15 ഗജവീരന്മാരോടുകൂടി കേരളത്തിലെ പ്രസിദ്ധരായ മേളവിദഗ്ധർ പങ്കെടുക്കുന്ന പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടും കൂടി നടത്തുന്ന രാവിലത്തെ ശിവേലിയും രാത്രിയിലെ വിളക്കിനെഴുന്നള്ളിപ്പും